ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയുടെ അടുത്ത നീക്കം എന്ത് എന്ന ആകാംക്ഷയിലാണ് ലോകം. അതിനിടെ കീഴടങ്ങണമെന്ന അമേരിക്കൻ അന്ത്യശാസനം തള്ളി ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി രംഗത്തെത്തി. യുദ്ധം തുടങ്ങിയെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇസ്രയേലിൽ ആക്രമണമുണ്ടായി. ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ കലുഷിതമാകുമെന്നതിന്റെ സൂചനയാണ് ഇറാനിയൻ പരമോന്നത നേതാവായ അയത്തുള്ള അൽ ഖമേനിയുടെ എക്സ് ഹാൻഡിലെ പോസ്റ്റ്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെയാണ് ഈ പോസ്റ്റ് എന്നതും ശ്രദ്ധേയമാണ്. ഇറാൻ പൂർണ്ണമായും കീഴടങ്ങിയേ മതിയാകൂ എന്നതായിരുന്നു മുന്നറിയിപ്പും അന്ത്യശാസ്ത്രവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഖമനേയി അതിനുള്ള മറുപടിയായി കുറിക്കുന്നത് വി മസ്റ്റ് ഗിവ് എ സ്ട്രോങ് റെസ്പോൺസ് ടു ദ ടെററിസ്റ്റ് സിയോണിസ്റ്റ് റെജീം, വി വിൽ ഷോ ദ സിയോണിസ്റ്റ് നോ മേഴ്സി എന്നതാണ്. ഒരു കരുണയുമില്ലാത്ത ആക്രമണമാകും ഇസ്രായേലിനെതിരെ തങ്ങൾ നടത്താൻ പോവുക എന്നതാണ് ഖമനേയി കുറിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അറബി പേജിൽ ഒരു ചരിത്രത്തെ കൂടി കൂട്ടുപിടിച്ചുള്ള പ്രതികരണമാണ് ഖമനേയി നടത്തിയിരിക്കുന്നത്. ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. അത് 628 നടന്ന ഒരു യുദ്ധത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, ബാറ്റിൽ ഓഫ് ഖൈബർ എന്നറിയപ്പെടുന്ന യുദ്ധത്തിൽ എങ്ങനെയാണ് അലി ജൂയിഷ് കമാൻഡറായ മർഹബിനെ തോൽപ്പിച്ചത്, അലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായ സുൽഫിക്കർ ഏന്തി നിൽക്കുന്ന വളരെ ചെറിയ ചിത്രമാണ്, ആയുധം ഏന്തി നിൽക്കുന്ന ഒരു ചിത്രമാണ് പങ്കുവയ്ക്കുന്നത്. അത് സുൽഫിക്കർ എന്ന ആയുധമാണ്. അപ്പോൾ ആ ഒരു ചരിത്ര യുദ്ധത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിക്കൊണ്ടാണ് അതിൻ്റെ അറബി പേജിൽ ഖമനേയി ഈ വിവരം പങ്കുവയ്ക്കുന്നത്. അതായത് കടുത്ത ആക്രമണത്തിലേക്ക് തന്നെ തങ്ങൾ പോകുന്നു, ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യം ഇസ്രയേലിനെതിരെ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നാണ് ഇറാൻ അല്ലെങ്കിൽ ഖമനേയി അവകാശപ്പെടുന്നത്. അതേസമയം ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ ഇറാൻ ഇസ്രയേലിലേക്ക് അയച്ചു. ഇസ്രയേൽ ആകട്ടെ ലൈറ്റ്നിങ് ഷീൽഡുമായി കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഇറാൻ്റെ വ്യോമമേഖല മുഴുവൻ ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്ന നിലയിലാണ് ഇസ്രയേലിൻ്റെ സൈനിക നടപടികൾ മുന്നോട്ട് പോകുന്നത്. അതായത് പോസ്റ്റുകളിൽ പറയുന്നതാണോ യാഥാർത്ഥ്യമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കടുത്ത ആക്രമണം ഇരുപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇരുഭാഗങ്ങളിലും ടെഹ്റാനിലും ടെലവീവിലും ഒരേപോലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യർ കൂടുതൽ മരിച്ചു വീഴുന്നത് ഇറാനിലാണ് എന്നതും മറ്റൊരു വസ്തുതയാണ്. സമാധാനം കാക്ഷിക്കുന്നുണ്ട് ലോകമെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടലുകൾ, അത് അറബ് രാജ്യങ്ങളോ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളോ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാൻ വളരെ ക്രിയാത്മകമായ ഒരു സജീവ ഇടപെടൽ ഇതുവരെ നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. യുദ്ധമുനമ്പിൽ അല്ലെങ്കിൽ യുദ്ധസമാനമായി തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.